ഉന്നയിച്ച വിമർശനവുമായി ബന്ധപ്പെട്ട മറുപടി നൽകും. അങ്ങനെ ബാർ അസോസിയേഷന്റെ ഭാഗത്തുനിന്നൊരു ജാഗ്രതക്കുറവ് ഉണ്ടായി എന്നുള്ള വിമർശനം ശ്രീമതി ES വിജിമോൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അഡ്വക്കേറ്റ് അനിതാജി, താങ്കൾ നേരത്തെ മറുപടി പറഞ്ഞതാണെങ്കിലും. അതെ അതെ, എനിക്കതിനകത്ത് പറയാനുള്ള, നേരത്തെ ഷാഹിദ മാഡം പറഞ്ഞിരുന്നു, നമ്മൾ ബേലിൻഡേഴ്സിനെ സസ്പെൻഡ് ചെയ്തത് ഇന്നല്ല, ഇന്ന് ബാർ കൗൺസിലാണ് അദ്ദേഹത്തിനെ 6 മാസത്തേക്കിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാർ അസോസിയേഷൻ, ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ, ഞാൻ വൈസ് പ്രസിഡന്റ് ആണ്, അതുപോലെ പ്രസിഡന്റ്, സെക്രട്ടറി, ബാക്കി വരുന്ന 11 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. നമ്മൾ അപ്പോൾ തന്നെ ഇതിനകത്ത് ഒരു പരാതിയോ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ബേലിൻഡേഴ്സിനെ ഞങ്ങളുടെ ബാർ അസോസിയേഷന്റെ അംഗത്വത്തിൽ നിന്ന് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. അത് ഇന്നലെ തന്നെ, ഇന്ന് ബാർ കൗൺസിലാണ്. അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്താണ്. രണ്ടാമത്, മാഡം നേരത്തെ സംസാരിച്ചതുപോലെ 1-2 കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ. ബാർ അസോസിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബാറിലെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ്. എപ്പോഴും ഞാനിപ്പം ഈ പറയുന്ന ഈ വർഷം 2025 ഞാൻ ബാർ അസോസിയേഷൻ ഭാരവാഹിയായിട്ട് വൈസ് പ്രസിഡന്റായിട്ട് ഈ വർഷമാണ് ഞാൻ സ്ഥാനമേൽക്കുന്നത്. നമുക്ക് അവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് പരാതികളും, വക്കീലന്മാരുടെ ഇടയിലുള്ള പരാതികളും അത് അതിനോടൊപ്പം തന്നെ വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഷാഹിദ മാഡം പറഞ്ഞു, നേരത്തെ മാഡം പറഞ്ഞു, ഈ പറയുന്ന പെൺകുട്ടി നമ്മൾക്ക് ഈ ബേലിൻഡാസിനെതിരെ ഒരു പരാതിയും ബാർ അസോസിയേഷനിൽ ഇതുവരെ നൽകിയിട്ടില്ല. ഇതിനു മുമ്പ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ആ കുട്ടി അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് നേരിട്ടുണ്ടെന്നോ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ബേലിൻഡാസും അവിടുത്തെ ജൂനിയേഴ്സും ടൈപ്പിസ്റ്റും ഇങ്ങനെയുള്ളവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് അഡ്വക്കേറ്റ്സ് നോക്കി നിൽക്കെ ആ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഒരു അഡ്വക്കേറ്റ്സും ഈ പറയുന്ന കുട്ടിയെ അടിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ സംഭവം നടന്ന് നമ്മളെ വിളിച്ചു പറയുന്നതിന് അനുസരിച്ചിട്ടാണ് ബാർ അസോസിയേഷൻ ഭാരവാഹികളും മറ്റ് അഡ്വക്കേറ്റ്സും അതിന്റെ വീട്ടിലുള്ളവരും എല്ലാവരും വരുന്നത്. അതിനുശേഷമാണ്. അല്ലാതെ ഈ സംഭവം നടക്കുമ്പം ആരുടെയും മുമ്പിൽ വെച്ചിട്ട് ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല. അത് വെറുതെ വീണ്ടും എന്തൊക്കെയോ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുകയാണെന്നേ പറഞ്ഞുള്ളൂ. കാരണം അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവരാരുമല്ല നമ്മൾ. ഒരാളെ, ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ട് നോക്കി നിന്ന് തടയാതിരിക്കുന്ന ആരും അവിടെ ഉണ്ട്. അഡ്വക്കേറ്റ്സ് എന്ന് വേണ്ടല്ലോ, ആരായാലും അതിനെ ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. സംഭവം നടന്നു കഴിഞ്ഞ് അറിയിപ്പ് ലഭിച്ചതിന് ശേഷമാണ് എല്ലാവരും അവിടെ എത്തിച്ചേർന്നത്. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഭവം നടന്നില്ല. ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ കാര്യം ഞാൻ രാവിലെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടില്ല, അതെന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ബാർ അസോസിയേഷനിൽ നിന്നോ ട്രിവാൻഡ്രം ബാർ അസോസിയേഷനിൽ നിന്നോ മറ്റുള്ള അഡ്വക്കേറ്റ്സോ ആരും തന്നെ ബേലിൻഡാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പോലീസ് അതിന്റെ അന്വേഷണം കൃത്യമായി നടത്തുന്നുണ്ട്. അതിൽ ആ കുട്ടിക്ക് ഒരു പരാതിയില്ല. മാത്രമല്ല, പോലീസ് വന്നപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് ബാർ അസോസിയേഷനിലെ ഒരു ഭാരവാഹികളും പറഞ്ഞിട്ടില്ല. ഇതാണ് അവിടെ നടന്ന സംഭവം. ശരി, ശ്രീമതി ES ബിജിമോളെ, മുൻ MLA, താങ്കൾ ടെലിഫോണിൽ ഉണ്ടെങ്കിൽ ആ മറുപടി തൃപ്തികരമാണെന്ന് താങ്കളത് തൃപ്തികരമായി കരുതുന്നുണ്ടോ? ഇല്ല, അനിത പറയുന്ന കാര്യത്തെ നമ്മൾ എന്തായാലും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങള് മറ്റേ ഈ ബേലിൻഡാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വലിയ ആശ്വാസകരമാണ്. കാരണം ഇന്നലെ കേട്ട വാർത്തകൾ വെച്ചിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ് ഇന്നലെ വന്നുകൊണ്ടിരുന്നത്. ഇന്നലെ ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ബാർ കൗൺസിൽ അത്തരം ഒരു നടപടിയിലേക്ക് പോയി എന്ന് കേട്ടതും സന്തോഷം. കാരണം ഇന്നലെ ഒന്നും വാർത്തകളില് ഈ ബാർ കൗൺസിലിൽ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതായിട്ടൊന്നും യാതൊരുവിധ. ബാർ അസോസിയേഷനാണ് ഇന്നലെ നടപടിയെടുത്തത് ശ്രീമതി ES വിജിമോൾ. ബാർ കൗൺസിൽ ഇന്നാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. അതിൽ അഡ്വക്കേറ്റ് അനിതാജി വ്യക്തത വരുത്തിയിരുന്നു. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇതൊക്കെ ഒരു പുതിയ കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഇന്നലെ നടപടി എടുത്താൽ നമ്മുടെ ആരുടെ മുമ്പിൽ ഇല്ല അങ്ങനെ ഒരു വിഷയം. ഈ കുട്ടിക്ക് ഇത്രയും വലിയൊരു ദുരനുഭവം ഉണ്ടായിട്ട് ബ്ലോക്കായി ഇവരിങ്ങനെ ഇയാളെ സംരക്ഷിക്കാൻ നിൽക്കുന്നു എന്നുള്ളൊരു ഫീലാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന്. ഇങ്ങനെ ഒരു നടപടി ഉണ്ടായി എന്നുള്ളതൊന്നും ഇന്ന് രാവിലെ വരെ നമ്മുടെ മുമ്പിലില്ല. വളരെ എന്താ പറയാ, അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ട് വളരെ വൈകി പൊതുസമൂഹം അറിയുന്നു എന്ന് പറയുന്നതിനോട് നമുക്ക് എന്തായാലും ഞാൻ അനിത പറഞ്ഞതിനെ നമ്മൾ 100% അംഗീകരിക്കുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, മേലിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ, മിസ്ബിഹേവിയർ ഉണ്ടായാൽ അങ്ങനെയുള്ള ആളുകളുടെ പേരിൽ ഒരു മാതൃകാപരമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നതിന് ഈ ബേലിൻഡാസ് ഒരു തുടക്കമാകട്ടെ. ആളുകൾക്ക് പറയാൻ ഭയമുണ്ട്. ഇതിന്റെ ഒരു സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിക്കേണ്ട ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയൊന്നും അവിടെ റെഗുലറായി എന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുവന്നില്ല. ഇപ്പൊ അനിതയൊക്കെ പോലെയുള്ള ആളുകൾ ഇടപെട്ടാൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പറയാൻ
അവർക്ക് ആ അനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെ ഉള്ള ഒരു വേദി അവിടെ ഓപ്പൺ ചെയ്യാൻ, എന്റെ പ്രവർത്തനങ്ങൾ നന്നായി കൊണ്ടുപോകാനൊക്കെ കഴിയും എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റു തർക്കത്തിലേക്കൊന്നും വരുന്നില്ല. എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ പെൺകുട്ടിക്കുണ്ട് എന്നുള്ളതിനെ ആശ്വാസകരമായി കാണുകയാണ്. മാതൃകാപരമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇതിനൊരു തുടർ പ്രവർത്തനം ഉണ്ടാകണം. ഇത് അവസാനിച്ചു പോകുന്ന ഒരു നടപടി ആകരുത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ